ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവന് ഇനി ആ മോഹം വല്ലതും ഉണ്ടോ എന്തോ. അല്ല, രാത്രികാലങ്ങളില് ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നത് തെറ്റല്ലേ രാജു? അത് ചിലപ്പോ അവന്റെ രോഗമായിരിക്കാം. പാവം, അവനൊരു അബദ്ധം പറ്റിയതാ മോളെ. മോൾ ക്ഷമിച്ചേക്ക്. വേണമെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഇന്ന് പകലൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി. എന്നിട്ട് മോളെ, ഞാൻ പറഞ്ഞതാ തൽക്കാലം അതിന്റെ പുറകെയൊന്നും പോകരുതെന്ന്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. മോൾക്ക് അതിന്റെ ഗൗരവം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. പിന്നെ എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തണ്ടെങ്കിലേ? പത്മാവതി മാഡത്തെ ഞാൻ കണ്ടുപിടിച്ച് മോളുടെ മുമ്പിൽ കൊണ്ടുവച്ച് തരാം. അതുവരെ ഒന്ന് സമാധാനത്തോടെ നിൽക്ക്. എന്റെ അറിവോടുകൂടിയല്ലാതെ ഇനി പത്മാവതി മാഡത്തെ അന്വേഷിക്കരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ മോള് പോയിക്കോ. ഇന്ന് എനിക്ക് ഉറക്കം വരില്ല. മക്കളോട് ആരോടെങ്കിലും വഴക്കിട്ട എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെടും. അങ്കിളെ, അങ്കിളുടെ മോനെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, അഡ്വൈസ് ചെയ്തല്ലേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, രാജു വളരെ വളരെ നല്ലവനാ. വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായ കാരണം ഉണ്ടാവും. അങ്കിള് രാജുവിന്റെ കാര്യോർത്ത് വിഷമിക്കരുത്. സത്യത്തിൽ പാവരാജുവിന്റെ കാര്യത്തില് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ഇമോഷൻസ് കാണിച്ച എന്റെ കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല. വരട്ടെ. എന്തിനാ രാജു വെറുതെ തെരുവിൽ കിടന്ന് അടികൂടിയത്? ഒരാള് രാജുവിനെ കളിയാക്കി എന്ന കാരണത്താൽ രാജു തല്ലൊന്നും ഉണ്ടാക്കില്ല. അതിന്റെ റീസൺ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് സത്യം പറയേ, വഴക്കിനുള്ള കാരണം എന്താന്ന്? കാരണം ഞാൻ അച്ഛനോട് പറഞ്ഞത് മാഡം കേട്ടല്ലേ, അത് തന്നെ കാരണം. അതൊന്നും അല്ല രാജു. എനിക്ക് രാജുവിനെ നന്നായിട്ട് അറിയില്ലേ? ഓ, അത് ശരി. അപ്പൊ എന്നെ അറിയാം. അതൊരു മഹാഭാഗ്യാണല്ലോ. ഇതിന്റെ സത്യം എന്താണെന്ന് എന്നോട് തുറന്നു പറ രാജു. അത് തുറന്നു പറയാതെ രാജുവിനെ ഉറങ്ങാൻ ഇന്ന് ഞാൻ സമ്മതിക്കില്ല. ശരി, നടന്നത് എന്താണെന്ന് ഞാൻ തുറന്നു പറയാം. ഞാൻ ഇവിടേക്ക് വരുന്ന വഴി എടാ രാജു, ഒരു കമ്പനിക്ക് വേണ്ടി
ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് നീ കുടിക്ക്. എന്താ പിടിപ്പിച്ചേ. ദൈവമേ, ഞാൻ തെറ്റിദ്ധരിച്ചു. മനഃപൂർവ്വം ഡ്രിങ്ക് കഴിച്ചതൊന്നും അല്ല. പാവം. അപ്പോ ഞാൻ എന്റെ ഡ്രൈവറിന്റെ കൂടെ കാറിൽ കയറി പോയതിന്റെ ദേഷ്യമൊന്നും അല്ല. ഒരിക്കലും അല്ല മാഡം. അത് ശരി. അപ്പൊ ഞാൻ രാജുവിനൊപ്പം ബൈക്കിൽ പോവാതെ ആ ഡ്രൈവറോടൊപ്പം കാറിൽ കയറി പോയതിന് രാജുവിന് ഒരു ഫീലിംഗ് പോലും ഇല്ല. എന്തൊരു മനുഷ്യനത്. ഒരു ചെറിയ പാനി കൂടി കൊടുക്കാം. അയ്യോ, ഇവൻ എന്തിനാ എനിക്ക് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നേ? കോളേജിൽ പഠിക്കുമ്പോ എന്നോട് ലവാന്നും പറഞ്ഞ് പുറകെ നടന്നവനാ. എന്നെ കെട്ടണമെന്നായിരുന്നു അവന്റെ മോഹം. അയ്യോ, അവന്റെ എനിക്ക് ഗുഡ് നൈറ്റ് അയച്ചിരിക്കുന്നു. രാജു എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാനാ? ഇത് കേട്ടിട്ടും രാജുവിനൊരു ഫീലിങ്സും ഇല്ലേ? എനിക്കെന്തിനാ ഫീലിങ്സ്? ഇവൻ എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ശല്യപ്പെടുത്തിയവനാ. ഇവന് ഇനി ആ മോഹം വല്ലതും ഉണ്ടോ എന്തോ. അല്ല, രാത്രികാലങ്ങളില് ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നത് തെറ്റല്ലേ രാജു? അത് ചിലപ്പോ അവന്റെ രോഗമായിരിക്കാം. അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക്. തീർന്നില്ലേ പ്രശ്നം?